ചാക്കോച്ചനൊക്കെ ഒരു വേവലന്റ് അല്ലടാ. ചാക്കോച്ചൻ നീയൊക്കെ ഒരു വേവലന്റ്. കുഞ്ചാക്കോനൊക്കെ സെറ്റപ്പ് ആയിട്ട് മറ്റേ അളകനന്ദ ഏഷ്യാനെറ്റിന്റെ അകത്ത് ന്യൂസ് വായിക്കുന്നു. ആ ഞാൻ ശരിയാ. എന്റെ കുഞ്ഞിനെ ഞാൻ ന്യൂസ് ഏഷ്യാനെറ്റിന്റെ അകത്ത് ന്യൂസ് കാണുമ്പോ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിലല്ല ഏഷ്യാനെറ്റിന്റെ അകത്ത് ന്യൂസ് ഉണ്ടായ സമയത്ത് പണ്ട് പണ്ട് ആ സമയത്തും അളകനന്ദ ഇതേ ഷെയ്മ സെറ്റപ്പിൽ തന്നെ ഇരുന്ന് ന്യൂസ് ഷെയ്മ വായിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ ഇന്നും എനിക്ക് 34 വയസ്സാവുന്നു. ഷെയ്മ വലിയ ഇപ്പോഴും മാറ്റമൊന്നുമില്ല. ഇപ്പോഴും അതേപോലെ തന്നെ പുള്ളിക്കാരത്തി വന്നിരുന്ന ന്യൂസ് വായിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തിക്ക് ഒരു മാറ്റവും ഇല്ല. ഒരു മാറ്റമില്ല, നമുക്ക് തന്നെ മാറ്റിയിരിക്കും. അയ്യോ. മമ്മൂട്ടി കണ്ണിന്റെ അവിടെയൊക്കെ ചുളിവുകൾ ഒത്തിരി ആവുന്നുണ്ട്. പിന്നെ അത് പുള്ളി എപ്പോഴും കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് വരുന്നു. കൂളിംഗ് ഗ്ലാസ് മാറ്റി കഴിഞ്ഞാൽ കണ്ണിന്റെ അവിടുത്തെ ചുളിവ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. മമ്മൂടിക്ക് എത്ര 70 എത്ര 71? 73 74 എങ്ങാണ്ടാവുന്നു. എന്നായാലും കൊള്ളാം. അതുപോലെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന. സ്കിന്ന് വെളുക്ക അവർ ഈ സിനിമ അവരെല്ലാം ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്ന കാരണമാണ് സ്കിൻ എപ്പോഴും ഇത്ര സെറ്റപ്പ് ആയിട്ട് നിൽക്കണം. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് യൂസ് ചെയ്യാം. റേറ്റ് ഒക്കെ ആയിരിക്കട്ടെ. അതിന്റെ പല സപ്ലിമെന്റ്സ് ഉണ്ട്. അതിന്റെ അകത്ത് വലിയ കുഴപ്പമില്ലാത്ത സാധനമൊക്കെ മേടിക്കാൻ നല്ല റേറ്റ് ആടാ പണ്ടാറടങ്ങി. പിന്നെ അത് കൊണ്ടിട്ട് അത് വെയിൽ കൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല. അത് നമ്മളെ കൊണ്ട് പറ്റുന്ന അപ്പൊ ആ ടോപ്പിക് അത് നമ്മൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യം ഞാൻ ആലോചിച്ചിട്ട് ആലോചിച്ചാൽ. കാര്യം. പക്ഷെ അത് നമ്മൾ ഒരാഴ്ച ജസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അതിനുള്ള എഫക്ട് കറക്റ്റ് അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എങ്ങോട്ടാ ഇറങ്ങുന്നത്? പിറ്റേ ദിവസം തിങ്കളാഴ്ച ചോദിച്ചാൽ നമ്മൾ എങ്ങോട്ടാ ഇറങ്ങുന്നത്? മിറ്റത്തോട്ടല്ലേ? മിറ്റത്തും പോയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത് മിഷനല്ലേ? പിന്നെ നടക്കില്ല വിറ്റേക്ക്. ഗ്ലൂട്ടാത്തയോൺ മേടിച്ച് കഴിക്കാൻ പോവാ. ഇനി പെണ്ണെ സെറ്റാക്കി ഈ പെണ്ണില്ലടാ. എടാ ഞാൻ ആ പരിപാടിയൊന്നും ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞോളൂ. അല്ലെ കള്ള് കഞ്ചാവ് വെക്കണം പിന്നെ കുഴപ്പമില്ല. ഈ ഇത് ചുണ്ടച്ചികളെല്ലാം മാമാപ്പണി. അല്ലടാ, ഈ ചുണ്ടച്ചികളെല്ലാം നല്ല കണ്ണാപ്പിയുടെ കൂടെയാണ് പോകുന്നത്. ഇന്നാളുടെ ബാലായിക്കൂടെ ഉരുത്തി എന്റെ എടാ അവന്റെ കാലൊക്കെ ഇട്ടേക്കുന്ന പണ്ടത്തെ മറ്റൊരു മറ്റേ പിണ്ണം പറയുന്ന ചരടില്ലടാ. പക്ഷെ ചരടും ഒരുമാതിരി മറ്റേ ഒരു സൈഡ് ഇൻസേർട്ട് ചെയ്തേക്കുക ഷർട്ടിന്റെ, ഒരു സൈഡ് തുറന്നിട്ടേക്കുക. എടാ ആ പെൺകൊച്ചിനെ കാണണം, എന്നാ അടി ഒരു കൊണ്ട ഇറപ്പുണ്ടാ ക്രിസ്ത്യൻ കൊച്ചാന്ന് പറയാ. എനിക്ക് കണ്ടിട്ട് സങ്കടം വന്നുപോയി. അങ്ങനെ കുറ്റം അസുഖമെന്നല്ല, ആ കൊച്ചു കളവണമാരുടെ കൂടെ ഇതുപോലത്തെ പെണ്ണൊക്കെ പോകുന്ന കണ്ടപ്പോഴത്തേനോ അതൊക്കെ അങ്ങനെയാടാ. പറഞ്ഞിട്ട് ഒരുമാതിരി. കാര്യമില്ല. എന്നിട്ടോ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴത്തെ പെണ്ണ് വീട്ടിൽ വന്നു. ആയിരത്തി ഈ ഇപ്പോഴത്തെ തലമുറയുടെ കുഴപ്പമാണ്. അതൊന്നും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ സ്വന്തം കാര്യം മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. പഴയ നമ്മുടെ കാരണന്മാരൊക്കെ എന്തോരം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അതുപോലെ തന്നെ ഇത് ഈ തലമുറയൊന്നും അഡ്ജസ്റ്റ് ചെയ്തൊന്നുമില്ല. അതിനിപ്പോ ചായ മേടിച്ചു കൊടുത്തില്ലേ അതിന്റെ പേരിൽ അടി ഉണ്ടാക്കി വിരി അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പൊ മറ്റേ ആ നടി പ്രിയങ്കയല്ല, പ്രിയങ്ക ഇടയ്ക്ക് ഒരു പറഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു. ഇച്ചിരി ഒന്ന് താഴ്ന്നു നിന്നാൽ ഒരു കുഴപ്പമില്ല, അവര് പറഞ്ഞത് ഇത്ര കറക്റ്റാണ്. ഇപ്പത്തെ ഏത് പെണ്ണാണ് പുള്ളിക്കാരത്തി പറഞ്ഞ പോയിന്റ് ആയിരുന്നു. കുറെ പോയിന്റ് അല്ലേ? കിടക്കാച്ചി പോയിന്റ് പറഞ്ഞു. ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നും ബാധിക്കുന്നില്ല. ഞാനിങ്ങനെ ഇത്ര എനിക്ക് ഇപ്പൊ വേണ്ടുന്ന പിള്ളേരുണ്ട്. ഞാൻ സെറ്റിലായിട്ട് എന്താ കുഴപ്പം എന്താ ചോദിച്ചു. ഇന്ന് കെട്ടിയവനും വിട്ടിട്ട് 4 കസേരയിലും കയറി ഇരിക്കുന്ന കുറെ അവളുമാരുണ്ടല്ലോ, വനിതാ സമാജം അല്ലെങ്കിൽ വനിതകൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഇവരുടെയൊക്കെ വീട്ടിൽ തന്നെ എന്തേ കെട്ടിയവൻ എന്തേ? മക്കളുണ്ടോ? എല്ലാം സെപ്പറേറ്റഡാ. അങ്ങനെയുള്ള പറയുന്നത് കേട്ടിട്ട് എന്തിനാ ബാക്കിയുള്ള പെണ്ണുങ്ങൾ ജീവിക്കണ്ടല്ലേ? പുള്ളിക്കാരെ കൊടുത്ത നല്ല രീതിയിൽ തന്നെ കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്തു. എവിടെയെങ്കിലും ഒരു കല്യാണം കഴിക്കാത്ത നമ്മളെപ്പോഴും ഒരു 90s ഒരു പെണ്ണ് വലിയ ചാൻസ് കുറവല്ലടാ. ഇനിയിപ്പോ കുറവായി. ഇപ്പൊ 90s പറഞ്ഞു കഴിഞ്ഞാൽ 99 വരുമ്പോ 26 വയസ്സ്. 26 വയസ്സ് മുമ്പ് തന്നെ പിള്ളേർ 26 വയസ്സ് മേളിലെന്നുള്ളത് കുറവാണവേ. കുറവാ ചാൻസ് കിട്ടിയാണ്. അഥവാ ഇങ്ങനെ വല്ല ജോലി, അതായത് നമ്മളെപ്പോലെ തന്നെ കഷ്ടപ്പെട്ടിരിക്കുന്ന വീട്ടുകാർ ഉണ്ടെങ്കിൽ ഒരു ജോലിക്ക് കിട്ടി സെറ്റിൽ ആയിട്ട് മതി കല്യാണം കഴിക്കാൻ എന്ന് അങ്ങനെയുള്ളവരെ നോക്കുമ്പോ നോക്കിയിരിക്കുന്ന അവര് ഈ 90s തന്നെ ഇപ്പൊ നമ്മളെ പോലെ തന്നെ നിൽക്കണ നല്ല വിദ്യാഭ്യാസം, നല്ല ജോലിയുള്ള നല്ല ടീംസ് ഉണ്ട്. അതേ അത് നോക്കത്തുള്ളൂ. അവര് കൊണ്ടുപോകും. അതവര് കൊണ്ടുപോകും. അതവര് കൊണ്ടുപോകും. നമ്മൾ ഓർക്കുന്നുണ്ട് ദൈവം അങ്ങനെ കിട്ടിയാൽ നമ്മൾ ഓർക്കുന്നു. ഇത് നേരെ തിരിച്ച് ആൾക്കാർ അതങ്ങനെ എടുക്കും. അല്ല ഈ തലമുറയിലൊന്നും ഇപ്പം കല്യാണം ഒന്നും ആർക്കും വലിയ താല്പര്യമില്ലാത്ത കേസായി. തരാൻ പറ്റിയല്ലോ, അതാണ് പ്രശ്നം. മറ്റേ വിസ്മയ വധക്കേസില്ലായിരുന്നോ മറ്റേ ആത്മഹത്യ ചെയ്ത്? ജാമ്യത്തിൽ വിട്ടു. അവനെ ജാമ്യത്തിൽ വിട്ടു. അവനതിന്റെ അത് പങ്കില്ലെന്ന്. എത്ര വന്ന് എന്നാ ഒരു സംഭവം നടക്കുന്നത്? അവനെ എത്ര വർഷത്തേക്കായിരുന്നു മറ്റേ ഇത് ചെയ്ത് ജയിലിട്ട്? അവന് 10 വർഷത്തേക്കാ തടവ് ശിക്ഷ. ഇപ്പൊ ഈ കോടതി അത് സ്റ്റേ ചെയ്ത്. അല്ല ഇവരിപ്പോ ഓൾറെഡി ഇപ്പൊ എത്ര വർഷം കണ്ടിട്ടുണ്ടായിരിക്കും? എന്താ സംഭവം കിടന്നിട്ടുള്ളതല്ല, വിചാരണ നടന്നുകൊണ്ടിരുന്നപ്പോ കിടന്നതല്ലോ. വിചാരണ കംപ്ലീറ്റ് ഇതുവരെ ആയിട്ടില്ല.
ആ കോടതി അവനെ 10 വർഷം തടവ് പിടിച്ചു. അവൻ ഹൈക്കോടതി പോയി, ഹൈക്കോടതി തള്ളി. അത് കാരണം സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി ഇപ്പൊ തൽക്കാലം സ്റ്റേ ചെയ്തു. ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അത് വരത്തേക്ക് അവന് ജാമ്യത്തിൽ പോവാം. എന്റെ പൊന്നടാ, അതുപോലത്തെ പെണ്ണൊക്കെ നമുക്ക് പൊന്നു ഒരു അത് ഒരു വണ്ടി പോയിരുന്നു. അവൻ അത്രയും വണ്ടി കിട്ടിയിട്ട് അവനെ പുറത്തിറങ്ങി അവൻ ആരെങ്കിലും തീർത്ത് കളയണം. എന്റെ അഭിപ്രായത്തിൽ അത്രേ ചെയ്യണ്ട. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും വേണ്ട. അല്ല, അവൻ ഏതെങ്കിലും ലോറിക്കടി തീരണം. ഒന്ന് ഓർത്ത് വെക്കുക, ഇത്രയും അത്രയും ടോർസ് ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ടോർസ്. അല്ല, അത്രയും സ്വർണം അത്രയും കാറൊക്കെ ആ പെണ്ണിന്റെ വീട്ടുകാരെ കൊടുത്തിട്ട് ആ പെണ്ണിനെ അങ്ങനെ നമുക്കൊന്നും വേണ്ട. നമുക്കത് പെണ്ണ് കിട്ടിയാൽ നമുക്കല്ല, മതിയായിരുന്നു. നിനക്കൊക്കെ ഒരു പെണ്ണ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റ് നിൽക്കുന്ന ആളാണ് നീയൊക്കെ. എന്റെ പൊന്നെ, നിറക്കന്നെ വേണ്ടേ? അല്ല, ഞാനില്ല. ഞാൻ സിഗ്മയിൽ തന്നെ ഇനി ഉറച്ചു നിൽക്കാൻ പോവാ. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണമെന്ന് എല്ലാവരും എന്നോട് പറയാൻ തുടങ്ങിയാണ് ഞാൻ സിഗ്മയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പോവാ. എനിക്ക് മീനാക്ഷി അല്ലാണ്ട് കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായി. കിട്ടില്ലെന്ന് ഞാൻ ഉറപ്പായി. ഈ പറയുന്നത് കിട്ടില്ലെന്ന് ഉറപ്പായി. ഇനി സിഗ്മയിലും പിടിച്ചില്ലെങ്കിൽ അവര് തന്നെ കൂട്ടില്ല. അതോ ഞാൻ പറഞ്ഞത് എനിക്ക് മീനാക്ഷിയെ കിട്ടും. എന്നെ സുന്ദരി പെണ്ണ അടിപൊളിയല്ലേ മീനാക്ഷി? ആരാ? മീനാക്ഷി അവള് സെറ്റപ്പ് അല്ലേ? അടിപൊളിയല്ല, ക്യൂട്ടല്ല, അതുപോലത്തെ പെണ്ണെ കിട്ടിയ ലൈഫ് തെറ്റല്ലേ? നല്ല രസമുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറുകളൊക്കെ കൊച്ചിനെ കിട്ടുന്നു. അതായത് ഒരു പകുതി മാറിയതാണ്. എനിക്ക് അതിന്റെ അത് അവളെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവളെ നീലാവേമ്പലല്ലേ? ചേട്ടാ നമുക്ക് പോവാം. ഏറ്റവും ആംബുലൻസ് അല്ലേ വരുന്നത്? ഇതുപോലെ തന്നെ മറ്റേ ശ്വേതമേനൻ ഒരു വട്ടായിട്ട് വിട്ടുള്ള ഡോക്ടറായിട്ട് അതേതാണ് മറ്റേ മീര ജാസ്മിന്റെ ഒരു പടത്തിനകത്ത്. മീര ജാസ്മിന്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, പുതിയൊരു പടം ഉണ്ടായിരുന്നല്ലോ. ഇവക്ക് മറ്റേ ക്യാൻസർ ആണ്, മറ്റേ ഇവള് ശ്വേതാമേനം അതനുസരിച്ച് ഇവളുള്ള സ്വത്ത് മൊത്തം കൊടുക്ക. അതെന്റെ ചിന്ത എല്ലാവർക്കും മറ്റേ ഇവിടെ വീട്ടിൽ ജോലി ചെയ്തവരെ കണ്ണടത്ത കാണത്തില്ല. മഞ്ജു പത്രോസിനൊക്കെ പൈസ കൊടുത്തിട്ട് അതൊക്കെ അടിപൊളി. ഏറ്റവും അതിന് അവളെയും പിടിച്ചിട്ട് പോവാ. അതൊരു തിയറി വെച്ച് നോക്കുമ്പോ നല്ല തിയറി തന്നെ. എല്ലാരെ കുറിച്ച് നല്ല അഭിപ്രായം പറയിച്ച് അവനല്ലേ നായകനായിട്ട്? നരേൻ സുനിൽ അങ്ങനെ പറഞ്ഞാ മതി. സുനിൽ, അവന്റെ പേര് സുനിൽ എന്നാ. സുനിക്കുട്ടൻ, അതും അതേ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട.